തെമ്മാടി തരത്തിന്റെ അതിരുണ്ട്. തെമ്മാടി തരൂ? അതിന് ഞാനെന്താ ചെയ്തത് സുധരേട്ടാ? എടാ, ഒരു പെൺകുട്ടിക്ക് ഇവിടെ വരാൻ പറ്റില്ലേ? ഇതൊരു വ്യാപാര സ്ഥാപന, പലരും വരും. അതിനെ കളിയാക്കെ? അയ്യോ, സത്യമായിട്ട് ഞാൻ കളിയാക്കിയതല്ലേ സുധരേട്ടാ. പോടാ പോടാ, എനിക്കിനെ അറിഞ്ഞൂടെ. നീ പോ. വെറുതെ വേണ്ടാത്ത കാര്യത്തിനാ വർത്താനം ഉണ്ടാക്കണേ. പിന്നെ അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ? കേട്ടു. കളിയാക്കിയത് അന്ന് നിന്റെ തോന്നല. ഇത് കളിയല്ല കുട്ടാ. തുടങ്ങി. എനിക്കെന്നെ ദേഷ്യം പറ്റൂട്ടോ. നീ ആ പെൺകുട്ടിയുടെ കണ്ണി നോക്കിയോ? നോക്കി. എന്താ? എന്നിട്ടൊന്നും കണ്ടില്ല. ശരിയല്ല, അത്ര ശരിയല്ല. നിങ്ങൾക്കിത് എന്തിന്റെ കട? എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടി വെറുതെ തോന്നിയാസം പറയരുത്. ഇതേ അമേരിക്കയിൽ ലണ്ടനൊന്നും അല്ലാട്ടാ. എന്താ പറയാനെന്ന് വെച്ചാ പറയൂ. അല്ലേ, കുട്ടി അമേരിക്കയിൽ ജനിച്ചു വളർന്നതാ. ഇതൊരു തനി നാട്ടുമ്പറ. ഇവിടെ നാട്ടുകാരെ പേടിക്കണം. അതെന്തിനാ അത്ര ഭയങ്കരന്മാരാ? അതെ, നമ്മുടെ മനസ്സിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നാട്ടുകാർ അതൊക്കെ പറഞ്ഞുണ്ടാക്കും. ഉവ്വ്. ഞാനൊരു പുരുഷനാ, എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ഇത്രേ വരാൻ പോണുള്ളൂ. കുട്ടിക്ക് അങ്ങനെയല്ല. ഒരു ചീത്തപ്പേരുണ്ടായാല് ജീവിതകാലം മുഴുവൻ ഒരു കളങ്കാവും. ഇങ്ങനെയൊക്കെ പറയാനിപ്പോ എന്താ ഉണ്ടായേ? കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ പറഞ്ഞത് ശരിയല്ല. അവിടെ ഗോപാലനൊക്കെ അത് തന്നെ പറഞ്ഞെന്നെ കളിയാക്കണം. കളിയാക്ക്? ആ. എന്തു പറഞ്ഞു? പറയൂ. നമ്മൾ തമ്മിൽ അടുപ്പാണെന്ന്. അടുപ്പത്തിലാണല്ലോ അല്ലേ? അതെ, അവര് പറയണത് കുട്ടിക്ക് എന്നോട് ഇഷ്ടാണെന്നാ. എന്നുവെച്ചാ പ്രേമം അല്ലേ? അവർക്കത് എത്ര പെട്ടെന്ന് മനസ്സിലായി? എന്താ നമുക്കത് മനസ്സിലാവാത്തെ? ഒരു പെൺകുട്ടി ഒരാളെ ഇഷ്ടപ്പെടുന്നത് ലോകത്തെ ആദ്യത്തെ സംഭവ. എനിക്കിഷ്ടാണ്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്. കുട്ടി എന്തായി പറയണേ? എനിക്ക് മനസ്സിലാവണില്ല. തമാശയാണോ അല്ലെങ്കിൽ സത്യം? റിയലി ഐ ലവ് യു. എന്ത് വിവരമില്ലായ്മയാണ് ഈ കുട്ടി. ഇതുപോലെ ഞാനൊരാളെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ കണ്ടുമുട്ടിയിട്ടുമില്ല. ഒരുപാട് ഒരുപാട് സങ്കടങ്ങളുണ്ട് എനിക്ക്. ആരുമില്ല എനിക്ക്. ഞാൻ പറഞ്ഞത് കുട്ടി ഇങ്ങനെയൊക്കെ. പ്ലീസ്, എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടം നിങ്ങളെ. എന്താ നമുക്ക് പറ്റിയത്? നാലുമ്പോ തീ പിടിച്ച പോലെ. ഒന്നുമില്ല. എന്താടാ, ചോറും കൊണ്ടില്ല? വയറ്റിലരിച്ചിലുണ്ടോ? അതെ, വയറ്റിരിച്ചിലുണ്ട്. എന്നാലേ ഇത്തിരി മല്ലി എടുത്ത് കടിച്ച ആവശ്യമില്ല. ഒന്നും മിണ്ടാണ്ടിരിക്കോതല്ലേ നിങ്ങള്? അതോ എന്താരാണ്ട് പറഞ്ഞ പോലെ ഒരു സ്വൈര്യം തല്ലച്ച. ആരാത്? ആ, സുധാരേട്ടനോ? എന്താ സുധാരേട്ട ഒറ്റയ്ക്ക് ഇവിടെ? ഏയ് ഒന്നുമില്ല. എന്തെങ്കിലും വീഡിയോസ് ഇട്ടാലും ഉണ്ടോ? സുധാരേട്ടനാ? പിന്നെ അല്ലാണ്ട് ഇറക്കാം. അല്ല, ഇങ്ങനെ വലിക്കുന്ന ശീലം കണ്ടിട്ടില്ല. ചോദിക്കോ? ചോദിക്കടാ. മതി, സുന്ദരനായിട്ടുണ്ട്. കുട്ടി എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നേ? വന്നാലെന്താ? കുട്ടി ആളെ കൊണ്ട് പറയിപ്പിച്ചടങ്ങും. എനിക്ക് പേടിയില്ല. എന്നാ കാപ്പി. സുമയോ? എന്താ, സുമ എന്നാലേ ഇറങ്ങൂ? ഞാൻ വരുമ്പോ സുമ കാപ്പി എടുക്കണു. മൺകുട്ടി നല്ല കരച്ചില്. എന്നോട് ഏട്ടനീ കാപ്പി കൊടുക്കാമോ എന്ന് ചോദിച്ചു, കൊടുക്കാന്ന് പറഞ്ഞു. അല്ലാതെ അവകാശം സ്ഥാപിക്കാൻ വന്നൊന്നല്ല എന്റെ പൊന്നെ. അവർക്കൊക്കെ സംശയം തോന്നിയാ പിന്നെ ജീവിക്കണ്ട. എന്നാ മരിക്കേണ്ട സമയം കഴിഞ്ഞു. എന്താ സംശയമുണ്ടോ?
അവർക്ക് സംശയമില്ല. ആ. ശരിക്കും അറിയാം എന്ത്? നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന്. എന്റെ ഈശ്വര, ഞാൻ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞിരുന്നോ, ആളുകളെ കൊണ്ട് പറയിക്കാതെ വേഗം എന്നെ കെട്ടണം. എന്നിട്ട് കുറെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ സുഖമായിട്ട് ഇവിടെ താമസിക്കും. ഓ വയ്യ. കുറെ ദിവസമായിട്ട് മനസമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നെഞ്ചിനുള്ളിൽ ഒരു ബോംബ് വെച്ച പോലെയാ, അറിയോ? അത്ര വലിയ പ്രശ്നമാണെങ്കിൽ എന്നെ അങ്ങോട്ട് മറന്നേക്ക്. അതും ഇപ്പൊ പറ്റണില്ലല്ലോ. മാണിക്യം വിഴുങ്ങിയ പോലെയാ. ദഹിക്കണമില്ല, പുറത്തേക്കോട്ട് പോണമില്ല. എന്നാ ഉള്ളിൽ നല്ല പ്രകാശം ഉണ്ട് താനും. ഓഹോ, അപ്പോ നമ്മളാണ് ഈ മാണിക്യം വിഴുങ്ങിയ കണാരൻ. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. കുട്ടി എന്ത് കണ്ടിട്ട് എന്നെ ഇങ്ങനെ... ഈ ഞൊണ്ടിക്കാല്, ഈ മൊശടത്തരം, പിന്നെ ഈ കൗമാരപ്രായം, വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ഒരു ചക്കട സൈക്കിള്. പരിഹസിക്കണ്ട. പിണങ്ങിയോ? ദാ നോക്കൂ, ഒരു വലിയ പൂമരം നിറയെ പൂത്ത് നിൽക്കാണ്. ഈ മനസ്സ്, ആ മരത്തിന് തണലില് എന്താ സുഖമെന്നറിയോ? ഒരല്ലലും അറിയില്ല, വിഷമം അറിയില്ല. എനിക്കത് മതി. എന്റെ ഭാഗ്യം. സുധാര, സുമ പോയിക്കോട്ടേന്ന്. ഇറങ്ങി. അവളോടെ മർത്തക്കുണ്ട്. എന്താ, മോളിന്ന് പഠിക്കാൻ പോണില്ലേ? എന്താ, അമ്മയ്ക്ക് കൂട്ടുവേണമെന്നുണ്ടോ? ഞാൻ റെഡി. എന്താണ് എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എന്നാലും ബോറടിപ്പിക്കാതെ പറയാനുള്ള എന്താ വെച്ചാ പറ, ഇല്ല ഞാൻ എന്റെ പാട്ടിലങ്ങ് പോവും. വേറൊരു കുഞ്ഞൂത് അറിയരുത്, രാധാമണി പോലും. എന്താ, നീ ആരെങ്കിലും കൊന്നോ? എന്നാ ഞാൻ പറയട്ടെ. ആ. ആ. നമ്മടെ ആട്ടുംകാട്ടം ഇതെങ്ങനെ അറിഞ്ഞു? ഉണ്ണിയെ കണ്ട അറിഞ്ഞൂടെ? കുറച്ചു ദിവസമായി ഞാൻ കാണുന്നു. ആ കുട്ടി നിന്നെയിട്ട് വെറുതെ മക്കാറാക്കുന്നതാണോ? അല്ല ഗോപാലേട്ടാ, ശരിക്കും എന്നോട് ഇഷ്ടാണ്. ഞാൻ വിലക്കി പലതും പറഞ്ഞു നോക്കി. എന്റെ അവസ്ഥ എല്ലാം ഒന്നും അവൾ സമ്മതിക്കില്ല. അവളുടെ സ്നേഹം അതും എനിക്ക് മനസ്സിലായി. അത് വെറുതെ ഒന്നുമല്ല, ഞാനിപ്പോ അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ ഗോപാലേട്ടൊന്നും മിണ്ടാത്തെ? ഇത് നിസ്സാര കാര്യല്ല. മുല്ലശ്ശേരി മേനോന്മാരാ. അത് നീ ആലോചിച്ചിട്ടുണ്ടോ? ഒക്കെ ആലോചിച്ചു. പക്ഷേ ഞാൻ പെട്ടുപോയി. ഇങ്ങനൊരു ജീവിതം ഉറപ്പിച്ചിരുന്നതാ. പക്ഷെ ഇപ്പോ എനിക്കറിയില്ല, കയറയച്ചു വിട്ട പോലെയാ മനസ്സ്. എന്നിട്ട് ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചല്ലോ. ഗോപാലേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ചളിപ്പ്. അമ്മയ്ക്കും സുമയ്ക്കും ഒക്കെ അറിയാൻ തോന്നും. ഓ, അമ്മയ്ക്ക് വലിയ ഇഷ്ടാവളെ. ഇപ്പൊ അമ്മയായിട്ട് വലിയ കമ്പനി. സുമയ്ക്കൊരു ബന്ധം ഉടനെ ഉണ്ടാക്കണം. അതൊന്നും നടന്നു കിട്ടിയാ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. അതാലോചിച്ച് നടത്താം. പക്ഷേ ഇതൊരു ഭൂകമ്പാവും. അതാലോചിച്ചൂടാ. എന്ത് പ്രശ്നം ഉണ്ടായാലും നേരിടാൻ തന്നെ തീരുമാനിച്ചേക്കണേ. അതെ. എന്നാലും ഏടത്തി മക്കളെയും കൂടി കൊണ്ടുവരായിരുന്നു. എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. നിനക്ക് അങ്ങോട്ട് വന്നൂടെ? തയ്യല് പഠിക്കണോണ്ട്. പഠിപ്പ് ഇവള് തുന്നപ്പണി ചെയ്തിട്ട് വേണം അമ്മേ ഇവിടെ കഞ്ഞി വെക്കാൻ. പഠിക്കണമെന്ന് അവൾ തന്നെയാ വാശി പിടിച്ചത്. പൊട്ടണ താളത്തിനൊക്കെ തുള്ള ഏട്ടനുണ്ടല്ലോ. ഈ ഏട്ടന് കോമൺ സെൻസ് പറഞ്ഞൊരു സാധനമില്ലേ? മറ്റാരെക്കാളത് ഏട്ടന് തന്നെ ഉള്ളത്. ഏട്ടന് എന്ത് ഇരുന്നാ പറയണേ? ഒന്നും അറിയില്ലല്ലേ? ബാക്കിയുള്ളവർക്ക് ഇവിടെ തലയുയർത്തി നടക്കണം, മനസ്സിലായോ? അതിനിപ്പോ എന്താ ഉണ്ടായേ? അത് ഞാൻ ഏട്ടനോട് സംസാരിച്ചോളാം. ഏട്ടൻ വരുമ്പോ ഏട്ടത്തിന്റെ വീട് വരെ ഒന്ന് വരാൻ പറ. ഞാൻ അവിടെ ഉണ്ടാവും. രാത്രി നീ ഇങ്ങോട്ട് വരുമോ? ഇല്ല. നീ ആ കുട്ടിയുടെ കാര്യം വല്ലതും അറിഞ്ഞിട്ടുണ്ടാവോടി? ആ, എനിക്കറിയില്ല. അവനൊരു കുടുംബം ഉണ്ടായി കാണണമെന്ന് ഇവിടെ ആർക്കും വിചാരമില്ല. ഒരാഴ്ച മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു. സത്യസ്ഥിതി അറിയാണ്ട് വിശ്വസിക്കുന്നത് ശരിയില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടു. അതങ്ങോട്ട് ഫിനിഷ് ചെയ്യൂ. വാ വാ. അകത്ത് ഭയങ്കര ഉഷ്ണം. AC ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല.
ഷോ ഇരിക്കേ. അല്ല ഒരെണ്ണം ഒഴിക്കട്ടെ? വേണ്ട, ഇപ്പൊ ഞാൻ കഴിക്കാറില്ല. കഴിച്ചാ പിന്നെ 3-4 ദിവസത്തേക്ക് വയറ് സുഖം ഉണ്ടാവില്ല. പട്ടാളത്തിലായിരുന്നപ്പോ നല്ല വീശി വെച്ചിട്ടുണ്ടാവല്ലേ? അതുകൊണ്ടൊന്നുമല്ല, അന്നും കുറച്ചേ കഴിക്കൂ. പട്ടാളത്തിന് മുമ്പ് പട്ടിണിയായിരുന്നു, അന്ന് കേടായതാ വയറ്. ആ, അതിനൊരു സൂത്രമുണ്ട്. കഴിക്കണതിന് മുമ്പ് ഇത്തിരി വെണ്ണയോ ഒരു ഹാഫ് ബോൾഡ് മുട്ടയോ കഴിച്ചാൽ മതി, ക്ലീൻ. ശിവന്റെ ക്ലാസ് അവിടെ? അപ്പൊ ഇത്തിരി വെണ്ണ എടുക്കാൻ പറയാല്ലേ? വേണ്ട, ഞാൻ കഴിക്കണില്ല. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ, ഗംഗേട്ടൻ പറയും. ഗംഗേട്ടനല്ലേ കാരണവര്? ആയിക്കോട്ടെ. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അറിഞ്ഞത് എന്തായാലും സത്യ, അതെന്റെ ഇഷ്ടാ. അങ്ങനെ ഏട്ടന്റെ ഇഷ്ടം മാത്രം നോക്കിയാ പോരല്ലോ. എന്റെ കാര്യത്തിൽ എന്റെ ഇഷ്ടമല്ലാണ്ട് ഞാൻ നിന്റെ അനുവാദം വാങ്ങണോ? എനിക്കും ഇവനും 2 പെൺകുട്ടികളാ. അവരുടെ ഭാവിക്ക് ഒരു കളങ്കം ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ ഭാവിക്ക് എന്ത് കളങ്കണ്ടാവുന്ന ഏട്ടത്തി പറയണേ? നീയോ? ഇത്ര കാലമായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നു, എന്റെ ഒരു ജീവിതം അതാരും ചിന്തിച്ചിട്ടില്ലല്ലോ. ശരിയാ, ഞാൻ ആ കുട്ടിയുടെ ഇഷ്ടത്തില. ആരെ എതിർത്താലും ശരി, ഞാൻ അതിന് പിന്മാറാൻ പോണില്ല. ഏട്ടന് ഏത് കുട്ടിയുടെ കാര്യം പറയണേ? ഓ, അറിയില്ല. മുല്ലശ്ശേരിലെ കുട്ടി. എനിക്കറിയാൻ പേടിയില്ല. ഇതിനിടക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. നിങ്ങൾ പിന്നെ ഏത് കാര്യം പറയണേ? അയ്യേ, ആരെങ്കിലും കേട്ടാ ചിരിക്കുമല്ലോടാ. അതവിടെ നിക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്ന കാര്യം ആദ്യം പറയട്ടെ. എടാ മരക്കോന്താ, സുമയാ ലൈൻബൻ ജോസോട്ട് വീണ്ടും പ്രശ്ന. അവര് തമ്മിൽ കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യണുണ്ട്. ഇന്നാൾ അവൾ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണത് കണ്ടവരുണ്ട്. നീ ഇതൊന്നും അറിയണില്ലേ? അവനിപ്പോ അതൊന്നും അല്ലല്ലോ ചിന്ത, കാമുകനല്ലേ. എന്നാലും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് എങ്ങനെയാണാവോ? നേരത്തെ ഒന്നും ഉണ്ടായിരിക്കണ്ടോ? ആനക്കാര്യത്തിന്റെ ഇടയില ചേനക്കാര്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ അവന്റെ കൂടെ പോകാനാണ് തീരുമാനിച്ചെങ്കിൽ 2നും കൊന്നിട്ട് ജയിലിൽ പോവുള്ളൂ ഞാൻ. നീ ആവേശം കളയി. നയത്തിൽ എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്ക്. ദാ സുധാര,